നമുക്ക് ഫിൽറ്റർ, മാപ്പ്, റെഡ്യൂസ്, ഡോട്ട് JS ഇവന്മാര് മൂന്നും എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഓക്കെ. ഫിൽറ്റർ, മാപ്പ്, റെഡ്യൂസ് ഇവന്മാര് മൂന്നും ആരൊക്കെയാണ്, ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവന്മാര് മൂന്നും അറയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവന്മാര് മൂന്നും അറയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഫിൽറ്ററിന് നമ്മൾ മുമ്പ് കണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ആരോ ഫംഗ്ഷൻ പറയ്ക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെ വിട്ടു. സോ എനിക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, എനിക്കിപ്പോ എനിക്ക് ഈ അറയ്ക്കകത്തുനിന്ന് 4 അല്ലെങ്കിൽ പോട്ടെ 5 മുകളിലുള്ള നമ്പേഴ്സിനെ മാത്രം എനിക്ക് എടുക്കണം. 5 മുകളിലുള്ള നമ്പേഴ്സിനെ മാത്രം എനിക്ക് എടുക്കണം. ഓക്കെ, 5 മുകളിലുള്ള നമ്പറിനെ മാത്രം എടുക്കണം. സോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പുള്ളിയാണ്. ഓക്കെ, സോ ഫോർ ഈച്ച് നമ്പർ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് അതിനെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇതിന് എന്നിട്ട് നമുക്കൊരു വേരിയബിൾ നോക്കാം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് വെച്ചാൽ, നമ്പേഴ്സ് എന്ന് പറഞ്ഞത് ഈ അറയാണ്. ഈ അറയ്ക്കകത്തുള്ള ഫോർ ഈച്ച് നമ്പർ, ആ നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ആ നമ്പർ റിട്ടേൺ ചെയ്യും. നമുക്ക് അതിന്റെ ഔട്ട് ഒന്ന് എടുത്ത് നോക്കാം എന്താ വരുന്നത്. അയ്യോ, കോൾ സ്റ്റാക്ക് അല്ല. യെസ് 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 എന്താണ് സംഭവിച്ചത്? ഈ ഫംഗ്ഷൻ കറക്റ്റ് അല്ലേ? എനിക്ക് മൈ നമ്പറിനകത്തുള്ള ഓരോ നമ്പറിനെക്കാട്ടി നമ്പർ എന്ന് പറയുന്നത് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആ നമ്പറിന് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്ത നമ്പർ ഇവിടെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, പക്ഷേ ഞാൻ അതിനെ ലോഗ് ചെയ്തപ്പോൾ എന്താണ് വന്നത്? അൺഡിഫൈൻഡ് ആണ് വന്നത്. എന്തുകൊണ്ട് അൺഡിഫൈൻഡ് വന്നു? അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഫോർ ഈച്ചിന് ഒരിക്കലും ഒരു സാധനത്തിന് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം എനിക്കിപ്പോ ഇവിടെ ലോഗാണ് ഇട്ടതെന്ന് കരുതിക്കോ. ലോഗാണ് ഇട്ടതെങ്കിൽ അത് പക്കയായിട്ട് വർക്ക് ചെയ്യും. കണ്ട, 5 ഗ്രേറ്റർ ദാൻ ഉള്ള നമ്പേഴ്സിനെ മാത്രം പ്രിന്റ് ചെയ്യും. പക്ഷെ അപ്പോഴും ഹൈ നമ്പേഴ്സിനകത്ത് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ അൺഡിഫൈൻഡ് വന്നത്. അതിന് കാരണം ഫോർ ഈച്ചിന് ഒരിക്കലും, ഫോർ വെച്ച് തുടങ്ങുന്ന സാധനങ്ങൾക്ക് ഒരിക്കലും ഒരു സാധനത്തിന് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. സോ അതൊരു പ്രശ്നമാണ്. സോ ഇതെങ്ങനെ അവിടെ കിടക്കട്ടെ. ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് ആര് വന്നത്? ഫിൽറ്റർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വന്നത്. ഫിൽറ്റർ എന്ന് പറയുന്നത് ഫോർ ഈച്ച് പോലെ തന്നെ ഒരു ഫംഗ്ഷൻ തന്നെ. ആ ഫംഗ്ഷൻ്റെ അകത്തും നമുക്കൊരു ആരോ ഫംഗ്ഷൻ കൊടുക്കാം. ഫിൽറ്റർ ഈച്ച് നമ്പർ സച്ച് ദാറ്റ് നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, വൺ ലൈനർ, ഒറ്റ ലൈനിൽ കാര്യം കഴിഞ്ഞു. നമ്പേഴ്സ് ഫിൽറ്റർ ചെയ്യുക. അവിടെ എങ്ങനെ നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കും. അതെന്താടാ വരാത്ത? ഇപ്പൊ വന്നത് കണ്ടോ? 5 to 10 ഒരു അറേ ആയിട്ട് വന്നത് കണ്ടോ? കാരണം ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞൊരു ഡിഫക്റ്റ് എന്തായിരുന്നു? ഫോർ ഈച്ചിന് ഒരു സാധനത്തിന് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ആ ഒറ്റൊരു സാധനമാണ് ഇവിടെ ഫിൽറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം ഫിൽറ്ററിന് ബൈ ഡിഫോൾട്ട് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഈ നമ്പേഴ്സിനകത്തുനിന്ന് ഈ നമ്പേഴ്സിനകത്തുനിന്ന് ഫിൽട്ടർ ചെയ്ത് ബാക്കി വരുന്ന സാധനങ്ങളെ ഒരു അറയാക്കി തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റും. കേസ് ഇനിയിപ്പോ എന്റെ അടുത്ത് പക്ഷെ ആക്ച്വലി കഥപ്പോ ഇത് വെച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റൂലെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? കോൺസ്റ്റ് ഇവിടെ ഞാൻ ലെറ്റ് ഹൈ നമ്പർ ഈക്വൽ ടു ഒരു അറേ ആക്കിയെന്ന് കരുതിക്കോ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ഹൈ നമ്പർ ഡോട്ട് പുഷ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് വർക്കാവും. ഇതാണ്ട, ഇതിന് ഞാൻ സേവ് ചെയ്യുകയാണെങ്കിൽ സെയിം ഔട്ട്പുട്ട് ആണ്. ഇത്രയും എഴുതുന്നതിന് പകരമാണ് ഈ ഒറ്റ ലൈൻ എഴുതുന്നത്. ഓക്കെ, രണ്ടിലും പ്രത്യേകിച്ച് വലിയ പെർഫോമൻസ് വ്യത്യാസമൊന്നുമില്ല. ഇതാണ് കുറച്ചുകൂടെ ലൈക്ക് ഒറ്റ എളുപ്പം, വായിച്ചാൽ റീഡബിലിറ്റി കുറച്ചുകൂടെ ആ ഒരു സാധനം, അതാണ് മെയിൻ ഡിഫറൻസ്. ഇത്രയും എഴുതുന്നത് പ്രിപ്പറേറ്റീവ് ആയിട്ട് എഴുതുന്നത് മെനക്കേടല്ലേ. സോ അതിന് പകരമാണ് നമ്മൾ ഈ ഒരു വൺ ലൈനർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ അശോക്? ഫിൽട്ടർ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ?
യെസ് ഐ ഗസ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തിട്ട് ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ ഫിൽട്ടർ? ഓക്കെ. സോ അടുത്ത പുള്ളി എന്ന് പറയുന്നത് മാപ്പ് ആണ്. മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ ഈച്ച് പോലെ തന്നെയാണ്. ഫോർ ഈച്ച് വീണ്ടും ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. മാപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യാൻ പറ്റും. സോ യാ മൈ നമ്പേഴ്സ് ഡോട്ട് മാപ്പ് ഈച്ച് നമ്പർ. ആ നമ്പർ വെച്ച് എനിക്ക് എന്ത് വേണോ കാണിക്കാം. ഇവിടെ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോ അവിടെ നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഒരു ടെർണറി ഓപ്പറേറ്റർ ഇടാം. എബോവ് 5 അല്ലെങ്കിൽ ബിലോ 5. ഇങ്ങനെ ഞാൻ ഒരു കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു ലോജിക് എക്സ്പ്രഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കത്തില്ല. ലെവലിലേക്ക് ഇതിനകത്ത് കുറെ അധികം സാധനം വരും. ഇത് ഇനിയിപ്പോ റൺ ചെയ്യണേ കണ്ട ബിലോ 5 അത് ഓരോ സാധനത്തിന് മാപ്പ് ചെയ്തിട്ടുണ്ടോ? ഓ ദിസ് വാസ് ഇൻ എക്സ്പെക്ടഡ് ബിഹേവിയർ. നമുക്കൊരു കാര്യം നമുക്ക് ലോഗ് ചെയ്ത് നോക്കാം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓ മൈ ഗാഡ്, ലോഗ് ചെയ്തപ്പോൾ അൺഡിഫൈൻഡ് ആണ് വന്നത്. യെസ് 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 ലോഗ് ഇതിപ്പോ മാപ്പിൽ എന്താ സംഭവം? നമുക്ക് മാപ്പ് മെയിൻ ആയിട്ട് ഞാൻ ചെറുതായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് സോൺ പോയതാ. ഓക്കെ, മാപ്പ് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്കിപ്പോ ഒരു അറേ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു അറേ ഉണ്ട്. എന്ത് 1 to 10 എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്. എനിക്ക് അറേ മൊത്തം കയറി ഇറങ്ങി കോമൺ ആയിട്ടൊരു സാധനം ചെയ്യണം. എന്ന് വെച്ചാൽ എനിക്ക് അറേക്കകത്തുള്ള ഓരോ എലമെന്റിനെയും 5 വെച്ച് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? സോ ആ ഒരു സാധനത്തിന് വേണ്ടിയാണ് മാപ്പ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ആ അറേ ഫുള്ള് കയറി ഇറങ്ങിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്ത് തിരിച്ച് കിട്ടുന്ന ഒരു അറേ എനിക്ക് ഒരിടത്തോട്ട് വെക്കണം. സോ ഇവിടെ എനിക്ക് മൈ നമ്പേഴ്സിനകത്തുള്ള ഈ ഓരോ എലമെന്റ് കൂടെ 10 ആഡ് ചെയ്യണമെന്ന് എഴുതിക്കോ. ഓരോ നമ്പറിനെ എടുത്ത് നമ്പർ പ്ലസ് 10 കൊടുത്താൽ എന്ത് വരും? കണ്ട, മൈ നമ്പേഴ്സ് എടുത്തു, മാപ്പ് ചെയ്തു, ഓരോ നമ്പറിനെ എടുത്തു, അതിന്റെ കൂടെ 10 ആഡ് ചെയ്തു, അതിനെ റിട്ടേൺ ചെയ്തു. ഓക്കെ, നേരത്തെ 4 ഈച്ച് ആണെങ്കിൽ സെയിം പ്രശ്നമാണ്, റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇഫ് ഇടുന്നതിന് പകരം ഐ നമ്പർ ഡോട്ട് പുഷ് നമ്പർ പ്ലസ് ഈക്വൽ ടു 10 ഇട്ടാൽ വർക്കാവും. സോ മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കമ്പ്യൂട്ടേഷൻ ഓൺലൈനിൽ എഴുതാൻ പറ്റും. കുറച്ചുകൂടെ വായിക്കുന്നതിന് കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. സോ അതാണ് മാപ്പിന്റെ കേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് ഒരു അറേ കാണും, ആ അറേ ഫുള്ള് കയറി ഇറങ്ങി എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യണം. അതിനാണ് മെയിൻലി മാപ്പ് ഉപയോഗിക്കുന്നത്. ഇടാനെന്നുള്ളത് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എനിക്കിപ്പോ റിയൽ കേസിനകത്ത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. റിയൽ വേൾഡിനകത്ത് എനിക്കിതെന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഓഫ് യൂസേഴ്സ് ആവാം. ഇതെന്ന് പറഞ്ഞാൽ പ്ലസ് മാത്രമല്ല, ഇതിനകത്ത് എന്ത് വേണോ ചെയ്യാം. ഇപ്പൊ എന്റെ വേറെ വല്ല പ്രോജക്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും എളുപ്പമുള്ള സാധനം ഉണ്ടോ നോക്കട്ടെ. കണ്ട, ഇത് റിയാക്റ്റിനകത്താണ്. ഇതിപ്പോ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കാണ് റിയാക്ട് എന്ന് പറയുന്നത്. റിയാക്റ്റിനകത്താണ് ഈ പറഞ്ഞ മാപ്പ് കൂടുതലും ഉപയോഗിച്ച് കാണപ്പെടുന്നത്. നമ്മൾ ഇതിനകത്ത് ഇത്രയും അടുത്ത് ഞാൻ മാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ട, എനിക്കിവിടെ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് വലുതാ. യെസ്, ഇത് കണ്ട, ഇവിടെ ഇത് ചെയിനിങ് ആണ്. ഒരു മിനിറ്റ് പേടിക്കരുത്. ഇവിടെ കണ്ട, ഇവിടെ എനിക്ക് ടേബിൾ ഡേറ്റ എന്ന് പറഞ്ഞ് എന്തോ ടേബിളിൽ കാണിക്കേണ്ട ഒരു ഡേറ്റ ഉണ്ട്. ഓക്കെ, എന്തോ ടേബിളിൽ കാണിക്കേണ്ട ഒരു ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയ്ക്കകത്തുള്ള ഓരോ ഡേറ്റേനും എടുത്ത് ഈ ടേബിൾ റോ എന്ന് പറഞ്ഞ കീനെ പരിചയം ഇല്ലേ, ആ ടേബിൾ റോയ്ക്കകത്തോട്ട് ഇടുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ലൈക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് അറ്റ് ദ കോർ എനിക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ കാണും. ഇവിടെ നമ്മുടെ കേസിൽ ആ ഡേറ്റ എന്ന് പറയുന്നത് മൈ നമ്പേഴ്സാണ്. നമ്മളപ്പോ മാപ്പ് ഉപയോഗിച്ച് ആ ഓരോ ഡേറ്റേനെയും എടുത്തിട്ട് നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ അതിനെ മാറ്റി UI കാണിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് സംഭവം. ഇവിടെ ഇപ്പൊ +10 എന്ന് കൊടുത്തത് റിയൽ കേസിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പോ ആരെയൊക്കെ കവർ ചെയ്തു? നമ്മളപ്പോ ഫിൽറ്ററിനെയും കവർ ചെയ്തു, മാപ്പിനെയും കവർ ചെയ്തു. റെഡ്യൂസ് അവിടെ നിൽക്കട്ടെ, തൽക്കാലം ഇത്രയും ഇത് ഇവിടെ നിൽക്കട്ടെ. റെഡ്യൂസ് എന്ന് പറയുന്നത് എൻ്റയർലി വേറൊരു സാധനമാണ്. ഐ മീൻ ഇത് തന്നെയാണ്. അത് കുറച്ച് അവസാനം പറഞ്ഞുതരാം. നമുക്ക് അതിന് മുന്നേ ഇവന്മാർ രണ്ടിനെയും നോക്കാം. ആരെ? എക്സ്പ്ലിസിറ്റ് റിട്ടേണും ഇംപ്ലിസിറ്റ് റിട്ടേണും പിന്നെ ചെയിനിങ്.
ഇൻ ഫിൽട്ടർ മാപ്പ്. ഓക്കെ, സോ ചെയിനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ചെയിനിങ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ കണ്ട പോലെ ഒരു അറേ ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ അറേക്കകത്തുനിന്ന് 5ന് മുകളിലോട്ടുള്ള നമ്പേഴ്സിനെ മാത്രം എടുക്കണം. ആദ്യത്തെ കണ്ടീഷൻ 5ന് മുകളിലുള്ള നമ്പേഴ്സിനെ മാത്രം എടുക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ 5ന് മുകളിലുള്ള നമ്പേഴ്സിനെ മാത്രം എടുത്ത് അതിന്റെ കൂടെ 10 ആഡ് ചെയ്യണം. അപ്പോൾ എന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 16 അല്ല 16, 17, 18, 19, 20. 5ന് മുകളിലോട്ടുള്ള നമ്പർ മാത്രം എടുക്കണം, അതിന്റെ എല്ലാത്തിന്റെയും കൂടെ 10 ആഡ് ചെയ്യണം. അതപ്പോ എങ്ങനെ ചെയ്യും? റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ടു. മൈ നമ്പേഴ്സിലാണ് എന്തോ ചെയ്യേണ്ടത്. ആദ്യം എന്താ ചെയ്യേണ്ടത് അത് പറ. 5 വരെയുള്ള നമ്പർ മാത്രം എടുക്കണം. അപ്പൊ എന്ത് ഫംഗ്ഷൻ ഉപയോഗിക്കും? പറ വേഗം പറ. സിമ്പിൾ, കമോൺ, ട്രൈ. മതി തന്നെ, പറഞ്ഞോ. 5 വരെ നമ്മൾ ചെയ്തതാ. 5 വരെയുള്ള ഫംഗ്ഷൻ നമ്പർ, 5ന് മുകളിലോട്ടുള്ള നമ്പേഴ്സ് മാത്രം എടുക്കണം. ഫിൽട്ടർ എടുത്തു, ആരോ ഫംഗ്ഷൻ ഇട്ടു. ആരോ ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് ഞാൻ നമ്പർ കൊടുത്തു. ഈ നമ്പർ എന്ന് പറയുന്നത് മൈ നമ്പേഴ്സിനകത്തുള്ള ഓരോ നമ്പരാ. അപ്പൊ ആ ഓരോ നമ്പർ എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ക്ലീൻ. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 5ന് മുകളിലുള്ള ഓരോ നമ്പറിനെയും എനിക്ക് എന്ത് ചെയ്യണം? 10 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റ് ഫൈനൽ റിസൾട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇപ്പൊ റിസൾട്ടിനകത്തുള്ള എന്താണ്? 5ന് മുകളിലുള്ള നമ്പേഴ്സ് മാത്രമേ റിസൾട്ടിനകത്തുള്ളൂ. കാരണം ഫിൽട്ടർ എന്ന് പറയുന്നത് മൈ നമ്പേഴ്സിനകത്തുനിന്ന് 5ന് മുകളിലുള്ള സാധനങ്ങൾ മാത്രമേ തിരിച്ചെടുത്തുള്ളൂ. അപ്പൊ എന്റെ റിസൾട്ടിനകത്ത് ആരാ? 6 തൊട്ട് 10 വരെയാണ് എന്റെ റിസൾട്ടിനകത്തുള്ള. എനിക്കപ്പോ ഫൈനൽ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വേണേൽ റിസൾട്ട് ഡോട്ട് മാപ്പ് വീണ്ടും നമ്പർ ഇടാം, വീണ്ടും ഒരു നമ്പർ ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്പർ +10 കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോ ഫൈനൽ റിസൾട്ട് ലോഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ വരും. നമുക്ക് നോക്കാം. എന്താണ് അത്? നമ്പർ ഈസ് നോട്ട് ഡിഫൈൻഡ് ഓർ ഇന്റർവ്യൂ കിട്ടില്ല. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഓക്കെ, വീണ്ടും പറഞ്ഞാണല്ലോ. ഇവിടെ ഇതായിരുന്നു. യെസ്, കറക്റ്റ് അല്ലേ? ഈ ഒരു ലോജിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ആദ്യം മൈ നമ്പർ എടുത്തു, ഫിൽട്ടർ ഫംഗ്ഷൻ ഇട്ടു, അതിനകത്തുള്ള ഓരോ നമ്പരും ഗ്രേറ്റർ ദാൻ നമ്പർ 5 എടുത്തു. ഫിൽട്ടറിന്റെ യൂസ് കേസ് എന്താണ്? ഈ കണ്ടീഷൻ ഈ അറേക്കകത്തുനിന്ന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ആൾക്കാരെ മാത്രം ഒരു അറയാക്കി റിട്ടേൺ ചെയ്യും. അതെനിക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ റിസൾട്ടിനകത്ത് ആരാണുള്ളത്? 6 തൊട്ട് 10 വരെ. അപ്പൊ ടെക്നിക്കലി സ്പീക്കിംഗ് എന്റെ റിസൾട്ടിൽ എന്താ ഉള്ളത്? ഇതാണ് എന്റെ റിസൾട്ടിലുള്ളത്. എന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു? റിസൾട്ട് ഡോട്ട് മാപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് റിസൾട്ടിനകത്തുള്ള ഓരോ നമ്പറിനെ വീണ്ടും കിട്ടി. അതിനെ 10 വെച്ച് ആഡ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ആര് വരും? 10, 16 അങ്ങനെ വരും. ഡൗട്ട്? ഞാൻ ഇവിടെ പറയാൻ വന്ന കോൺസെപ്റ്റ് ഇതൊന്നുമല്ല. ഇതാണ് ടിപ്പിക്കൽ മെത്തേഡ്. ഞാൻ ഇവിടെ പറയാൻ വന്ന എന്താണ്? ചെയിനിങ് എന്ന് പറഞ്ഞൊരു സാധനം. ചെയിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു സാധനത്തിന്റെ പിറകെ വേറെ എന്തോ പിടിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് എനിക്ക് 2 വേരിയബിളിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞ ഈ മാപ്പിന് ഇങ്ങനെ എടുക്കുക, ഇവിടെ കൊണ്ടങ്ങ് വെക്കുക, ഇത്രേ ഉള്ളൂ സാധനം. ഇനി ഞാൻ റിസൾട്ടിനെ ഒന്ന് ലോഗ് ചെയ്ത് നോക്കിയാൽ ടടാ ടടാ ടടാ. ഞാൻ ഇതിനെ ഒന്നുകൂടെ ഒന്ന് താഴ്ത്തി ഇറക്കാം, കാണാൻ വൃത്തിക്ക് വേണ്ടിട്ട്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇവിടെ സംഭവിച്ച എന്താന്ന് നോക്കാം. ഓക്കെ, മൈ നമ്പർ എടുത്തു. മൈ നമ്പർ നമുക്ക് താഴ്ത്തു കൊണ്ടുവരാം, ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്റെ മൈ നമ്പർ. ഓക്കെ, മൈ നമ്പറിനകത്ത് 1 തൊട്ട് 10 വരെയുള്ള എലിമെന്റ്സ് ഉണ്ട്. മൈ നമ്പേഴ്സ് ഡോട്ട് എടുത്തു, ഫിൽട്ടർ എടുത്തു. ഫിൽട്ടറിനകത്തൂടെ ഓരോ എലിമെന്റിനെ കയറി ഇറങ്ങി അതിനകത്തുള്ള എലിമെന്റ്സിൽ ആരെങ്കിലും ഒക്കെ 5ന് ഗ്രേറ്റർ മാത്രം റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു. അതപ്പോ റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്ത സാധനം നേരെ റിസൾട്ടിലോട്ട് കയറത്തില്ല. ആ സാധനം എന്ത് ചെയ്യും? മാപ്പിന് ഒരു ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യും. മാപ്പിന് ഒരു ഇൻപുട്ട് അറേ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത പ്രൊസീജിയറിൽ ആ 5ന് മുകളിലോട്ടുള്ള സാധനങ്ങളെ കിട്ടിയതും കൊണ്ട് നേരെ റിസൾട്ടിലോട്ട് പോകുന്നതിന് വരെ എങ്ങോട്ട് പോയി? ഇവിടോട്ട് വന്നു. അപ്പൊ 5ന് മുകളിലോട്ടുള്ള ഇത്രയും സാധനം ഒരു അറേ ആയിട്ടാണല്ലോ ഫിൽട്ടർ നേരത്തെ റിട്ടേൺ ചെയ്തത്. അപ്പൊ അതിനകത്തുള്ള ഓരോ സാധനത്തിൽ കൂടെ വീണ്ടും കയറി ഇറങ്ങി 10 ആഡ് ചെയ്തു. എന്നിട്ടാണ് റിസൾട്ടിലോട്ട് പോകുന്നത്. അപ്പൊ റിസൾട്ടിനകത്ത് എന്ത് വരും? 16, 17, 18, 19, 20.
ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇതാണ് ചെയിനിങ് എന്ന് പറയുന്നത്. രണ്ട് ഫംഗ്ഷനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇത് രണ്ടൊന്നും അല്ല, എത്ര വേണോ കമ്പൈൻ ചെയ്ത് ഒരു പ്രശ്നമില്ല. അത് വട്ടാവരുത്. യാ, അപ്പൊ